ഹലോ എവരി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ജീവൻ എന്ന സിനിമയുടെ ഡയറക്ടറാണ്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. നമസ്തേ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. അപ്പോൾ നമുക്ക് ആദ്യം ജീവനെ പറ്റി തന്നെ സംസാരിച്ചു തുടങ്ങാം. തീർച്ചയായിട്ടും. ജീവൻ എന്ന സിനിമ, അതിനെ പറ്റി പറയാമോ? എന്താണ് അതിൻ്റെ ഒരു പിന്നിൽ പ്രവർത്തിച്ചതും? ഇപ്പോൾ സിനിമ ഡയറക്ഷൻ മാത്രമല്ല, കഥ പോലും എഴുതിയത് സാറാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? ജീവൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്വന്തം അനുഭവം. അമിത മദ്യപാനത്തെ പറ്റിയാണ് ഈ സബ്ജക്റ്റ് പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ അമിത മദ്യപാനം അല്ലെങ്കിൽ ഇങ്ങനൊരു കഥ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്നത് വെള്ളം സിനിമയാണ്. അതിൽ നമ്മുടെ സ്പിരിറ്റ് അല്ല, റിയൽ ലൈഫ് സ്റ്റോറി ആയുമ്പോൾ മുരളിച്ചേട്ടൻ്റെ കഥ പറഞ്ഞു, ആളുടെ ആ ഒരു സക്സസ് സ്റ്റോറി എല്ലാം പറഞ്ഞു. അപ്പം അതേപോലെ നമ്മുടെ ഇതില് വിനോദ് സർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ സക്സസ് സ്റ്റോറി തിരിച്ച് ലൈഫിലോട്ട് വരുന്ന സ്റ്റോറിയാണ് പറയുന്നത്. ഇത് റിയൽ സ്റ്റോറിയാണ്. ഇപ്പം എങ്ങനെ പറഞ്ഞു തുടങ്ങാം? കഥ എഴുതിയത് വെച്ചിട്ട് പറഞ്ഞോളെ, എങ്ങനെ എഴുതാനുണ്ടായിരുന്ന സാഹചര്യം അങ്ങനെ പറഞ്ഞു. ഇല്ല, അമിത മദ്യപാനം മൂലം ഞാനിപ്പോൾ ഒരു 4 വർഷമായി മദ്യപാനം നിർത്തിയിട്ട്. അതിന് മുമ്പ് ഒരു 5-6 വർഷം ആണ് വളരെ ക്രോണിക് ആയത്. ഇപ്പോൾ അമിത മദ്യപാനം മൂലം നമ്മൾ സൊസൈറ്റിയിൽ നിന്നും ഒക്കെ സ്വന്തം തൊഴിലിൽ നിന്നും ഫാമിലിയിൽ നിന്നൊക്കെ മാർജിനലൈസ് ചെയ്യപ്പെടുന്ന അവസ്ഥ വെള്ളത്തിൽ പറയാം. പക്ഷേ ഈ സിനിമയുടെ ഒരു റൂട്ട് ബേസിക്കലി അതല്ല. അമിത മദ്യപാനം എന്ന രോഗാവസ്ഥ അത് ഉണ്ടാക്കുന്ന മറ്റ് ഇഷ്യൂസുണ്ട്. ചിലർക്ക് കിഡ്നിയും ഇൻറ്റേർണൽ ഓർഗൻസ്, കിഡ്നിയും ബ്രെയിൻ ഒക്കെ സാധാരണഗതിയിൽ ലിവർ അടിച്ചു പോയിട്ടാണ് മരിക്കുന്നതെങ്കിൽ ഇതിലെ ജീവൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ബ്രെയിനിനെയാണ് ബാധിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ ഒരു ലെവലിൽ അടിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹാലൂസിനേറ്റഡ് ആയിപ്പോകും. ഹാലൂസിനേഷനിൽ നിന്ന് റിയാലിറ്റിയിലേക്കും ഒക്കെ പെട്ടെന്ന് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് മാറി വന്ന റിയാലിറ്റിയിലേക്ക് വരുമ്പം അത് നമുക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ്. ഒരുപക്ഷെ ഒരു മദ്യപാനം നിർത്തണമെന്ന് വളരെ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ വളരെ നാളുകൊണ്ട് ആലോചിക്കുമ്പോഴും മനസ്സ് പറയുന്നുണ്ടെങ്കിൽ ശരീരം സമ്മതിക്കത്തില്ല, അല്ലെങ്കിൽ തിരിച്ചു. പക്ഷേ അത് അത്രയും കൂടെ പഠിച്ചവർ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾ ഓരോരുത്തരായിട്ട് മരിച്ചു വീഴുമ്പോഴും 26 സുഹൃത്തുക്കളിലധികം പേര് നമ്മുടെ പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ തന്നെ മരിച്ചു. ആ സമയമായപ്പോഴത്തേക്കും ഇത് ഉണ്ടാക്കുന്ന നഷ്ടം, വേദന ചെറുതല്ല. നമുക്ക് ഭയം തോന്നാറില്ലെങ്കിൽ പോലും അങ്ങനെ നിർത്തണമെന്ന് വളരെ നാളുകളായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് നിർത്താൻ സാധിക്കത്തില്ല. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ നിർത്തി ഞാൻ ഹാലൂസിനേറ്റഡ് ആയിപ്പോയി. അങ്ങനെ ജീവൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഫോക്കസ് അതാണ്. മറ്റേത് ഇപ്പം മുരളിച്ചേട്ടൻ്റെ കഥ പറയുന്ന അത് എല്ലായിടത്തുനിന്നും മാർജിനലൈസ് ചെയ്യപ്പെട്ട. പക്ഷെ ഇവിടെ ജീവൻ്റെ ഭ്രമാത്മകമായ യാത്രയാണ്. അവൻ്റെ ഇല്ലാത്ത കാഴ്ചകൾ കാണുകയും ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന വല്ലാത്ത ഭീകരതയാണത്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല.